നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഈ പിണറായിയുടെ കുടുംബത്തെ ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയ പറയുന്ന ഒരു വാക്കാണ് തിരുട്ട് ഫാമിലി എന്നാണ് പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കണം, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ചാണ് ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാമർശം നടത്തേണ്ടി വരുന്നത്. കാരണം അച്ഛനും മകളും മകനും എല്ലാം അഴിമതി ആരോപണങ്ങളിൽ പെട്ടു നിൽക്കുന്ന ഒരു കാഴ്ച. എനിക്ക് തോന്നുന്നു കേരളം ഭരിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിമാരും ഇതിനു മുൻപ് ഇങ്ങനെ ഒരു അപവാദം കേട്ടിട്ടുണ്ടാകില്ല. കുടുംബത്തോടെ കട്ടുമുടിക്കുന്നു എന്നുള്ളൊരു പരാതി. ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വലിയ രീതിയിൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്തേക്ക് വന്ന് സ്വപ്ന സുരേഷ് ഇപ്പോൾ ഒരു കൃത്യമായ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത്, പിണറായി വിജയന്റെ മകനെയോ മകളെയോ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിക്ക് തൊടണമെങ്കിൽ അച്ഛൻ്റെ ആ ഒരു രാജപദവി അങ്ങ് തെറിക്കണം. എങ്കിൽ മാത്രമേ അവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾക്ക് വിട്ടുകിട്ടുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കണം, പിണറായി വിജയൻ തൻ്റെ പദവി ദുരുപയോഗം ചെയ്യുകയാണ്. മക്കളുടെ നേരെ അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ പദവി പോലും ദുരുപയോഗം ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. അപ്പോൾ സ്വപ്നയുടെ ഈ ഒരു ആരോപണം അത് വീണ്ടും പിണറായിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഊരാക്കുടുക്കിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. മകൻ്റെ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് നിരന്തരം കഴിഞ്ഞ മണിക്കൂറുകളായി മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, രാഷ്ട്രീയ പ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിക്കുന്നു. പക്ഷേ ഒരു മറുപടിയുമില്ല. ഇതിനെല്ലാം മൗനം പാലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി 14-ാം തീയതി വിദേശത്തേക്ക് പര്യടനത്തിന് പോവുകയാണ്. എന്താണ് പ്രശോഭ, ഇതില് സ്വപ്ന സുരേഷ് പറഞ്ഞ ആ ഒരു പദവിയല്ല, ഒരു സിംഹാസനം എന്നും പറയാൻ പറ്റത്തില്ല. ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ബുദ്ധി രാക്ഷസന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. പല സൗഹൃദങ്ങളും നിലനിർത്താനുള്ള കുശാഗ്ര ബുദ്ധി പണ്ടേ പിണറായി വിജയനുണ്ട്. ആവശ്യമുള്ളവരെ എങ്ങനെ നിലനിർത്തണമെന്ന് കൃത്യമായിട്ട് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ നിരവധി കേസുകൾ തൻ്റെ കുടുംബത്തിലേക്ക് വന്നപ്പോഴും പിടിച്ചു നിൽക്കാൻ ഈ 80-ാമത്തെ വയസ്സിലും അദ്ദേഹത്തിന് കഴിയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കുശാഗ്ര ബുദ്ധി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ കേന്ദ്രത്തിലേക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് പോകുന്നത്, പല കേസുകളും നിലനിർത്താൻ പഠിക്കുന്നത്. നോക്കൂ, ഇവിടെ വിവേക് കിരണ് 2023 ED സമൻസ് അയക്കുന്നത്. നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ള ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ എന്നൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ED സമൻസ് അയക്കുന്നത്. അതിനു മുമ്പ് 3 ദിവസം M ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അദ്ദേഹം നീണ്ട 3 മാസത്തോളം ജയിലിൽ കിടക്കുന്നു. ശിവശങ്കറിനെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് കോടതി ഈ വിവേകിനെ വിളിപ്പിക്കുന്നത്. പക്ഷേ വിവേക് അവിടെ എത്തുന്നില്ല. 1ാമത്തെ സമൻസ് മാത്രമേ അയച്ചിട്ടുള്ളൂ. സാധാരണ 3 തവണ അയക്കും. 3ാമത്തെ തവണയും ഈ വ്യക്തി ഹാജരായില്ല എന്നുണ്ടെങ്കിൽ നേരെ എവിടെയാണോ അഡ്രസ്സ് വെച്ചേക്കുന്നത് അവിടെ പോയി റെയ്ഡ് ചെയ്യും, കൈയോടെ തൂക്കും. എന്നിട്ട് പിന്നെ വിചാരണ നടത്തും, പരിശോധനകൾ നടത്തും. അതിൽ കള്ളത്തരമില്ല എന്നുണ്ടെങ്കിൽ, നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ വിട്ടയക്കും. ഇതാണ് പതിവ്. ED പറ്റി പിന്നെ മൊത്തത്തിൽ ഒരു ധാരണയുണ്ട്, കേന്ദ്രത്തിൻ്റെ ഒരു വലം കൈയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം 5400ഓളം ED കണ്ടെത്തിയതിൽ 7-8 ഉള്ളൂ റിയലായിട്ടുള്ളത്. അതും ഏകദേശം ഒരു ഈ പറഞ്ഞോണം ഇടയ്ക്കിടയ്ക്ക് ട്രോളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ആ ഒരു കേന്ദ്ര ഏജൻസി കൂടിയത് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു സമൻസ് അയക്കുന്നു, പിന്നെ അനക്കമേ ഇല്ല. സാധാരണ ED പുറകെ നടന്ന് ഇനി ഏതെങ്കിലും നേതാക്കന്മാരുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെറിയ ഒരു സംശയം ഉണ്ടായാൽ തന്നെ പബ്ലിക്കാക്കുന്ന ED നമ്മുടെ കേരളത്തിലെ, ഈ കൊച്ചു കേരളത്തിലെ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രം എന്താണ് ഈ ഇളവ് കൊടുത്തത്? വേറെ എത്രയോ സംസ്ഥാനങ്ങളിൽ ഇതിലും വലിയ വമ്പന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിമാരുണ്ട്, നേതാക്കന്മാരുണ്ട്. ഒരുപക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പോലും ഇല്ലാത്ത എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ള? അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കുശാഗ്രബുദ്ധി, അദ്ദേഹത്തിൻ്റെ തന്ത്രം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അല്ലാതെ വേറൊരാൾക്ക് അമിത്ഷായോ മോദിയോ EDയോ ഒന്നും കയ്യിലൊടുക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്ക ഗാന്ധിക്ക്, സോണിയാഗാന്ധിക്ക് തലപ്പത്ത് ഭരണത്തിരിക്കുന്നവർക്കൊന്നും സാധിക്കാത്ത എന്തോ ഒരു പ്രത്യേകത നമ്മുടെ പിണറായി വിജയനുണ്ട്. അതിൻ്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് നോക്കൂ. ദുൽഖർ, പൃഥ്വിരാജ്, പിന്നെ ചിദംബരത്തിന് നേരിട്ടത്, പിന്നെ അത് അരവിന്ദ് കെജ്രിവാൾ, ഇങ്ങനെ നിരവധി പേരുടെ കാര്യങ്ങൾ, ജയിൽവാസം ഉൾപ്പെടെ നമ്മളുടെ കൺമുന്നിൽ നിൽക്കുകയാണ് അല്ലേ? അപ്പം പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ മാസപ്പടി
ലാവ്ലിൻ കേസ് എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്ത് ഇപ്പോൾ 7.5 കൊല്ലം കഴിഞ്ഞു. എപ്പോഴെങ്കിലും വിളിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. 7.5 വർഷം ഒരു കേസാണ്. ഒന്നുകിൽ ഈ കേസ് ഒന്നുമില്ല, നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വിട്ടയക്കുക, അല്ലെങ്കിൽ ഇതിൽ എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കുക. ഇത് ജനം കാത്തിരിക്കുവാന്ന്. എത്ര തവണയാണ് നീട്ടിവെച്ചേ? മാസപ്പടി വിവാദ കേസ് 24ാമത്തെ തവണയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അങ്ങനെ പല കേസുകളും ദുർബലമാണ് എന്ന് ഭരണപക്ഷം പിണറായി ഉൾപ്പെടെ പറയുന്നുണ്ട്. കാരണം ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് അദ്ദേഹം നിവർന്ന് നിന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിലൊരു പക്ഷേ എന്താ പറയുന്നത്, ചില കരുതലുകൾ അദ്ദേഹത്തിന്മേലുണ്ട്. ആ ഒരു ശുഭാപ്തി വിശ്വാസം കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് എടുത്തെടുത്ത് ആവർത്തിച്ച് പറയുന്നത്. എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിക്കുത്തിൽ എന്താണ് കനമില്ല, കനമുള്ളവനെ പേടിക്കേണ്ടതായിട്ടുള്ള ഇങ്ങനെയുള്ള ചില വാക്കുകൾ അദ്ദേഹം ഉതിർത്ത് വിടുന്നത്. നോക്കൂ, ഇപ്പോൾ മകൻ്റെ ഈ ഒരു സംഗതി മനോരമ പത്രം പുറത്തുവിടുന്നു. ശബരിമല വിഷയം ഒരു ഭാഗത്ത് ആളിക്കത്തുന്നു. ഇതിനിടയിൽ ഈ അറബ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ തയ്യാറെടുപ്പുകൾ, ഇതിനിടയിലൂടെയാണ് ആ ഡൽഹി യാത്രയിൽ പോയത്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. അത് മകൻ്റെ വിഷയമല്ല, ശബരിമല വിഷയമല്ല, ഈ പറയുന്നോണം മറ്റേ അങ്ങ് വിദേശത്ത് പോകാനുള്ള കാര്യമല്ല. ഈ വരുന്ന 29, 28, 29 തീയതികളിൽ മാസപ്പടി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തത് വിളിച്ചിട്ടുണ്ട് കോടതി. ഇനി അത് കേന്ദ്രത്തിന് തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല. ഇത് അവസാനം 24 തവണയായി. ഇനി മോള് അവിടെ ചെന്നേ പറ്റൂ. പിണറായിയുടെ മകൾ അവിടെ ചെന്നില്ലെങ്കിൽ ഇനി അത് വിവരമറിയും. അത് കോടതിയുടെ അവസാന അന്തിമ കട്ടായമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് എന്തെങ്കിലും വല്ല മാർഗമുണ്ടോ? കുടുംബമാണ് അദ്ദേഹത്തിന് പ്രധാനം എന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചതാണ്. പക്ഷേ തിരികെ കിട്ടിയ ഒരു പക്ഷേ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യം, ഇനി ഞങ്ങളുടെ കൈകളിൽ നിൽക്കത്തില്ല, നേരെ അങ്ങ് പൊയ്ക്കൊണ്ടാൽ മതി എന്നുള്ള രീതിയാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനിടയിലാണ് മകൻ്റെ കാര്യം കൂടി വന്നത്. കാരണം മകളുടെ കാര്യം അവിടെ തടയിട്ടാലേ മകനിലേക്കുള്ള അന്വേഷണം അവിടെ തടയത്തുള്ളൂ. അല്ലെങ്കിൽ മകനെ പൊക്കിയെടുത്തുകൊണ്ട് പോവേണ്ടുന്ന അവസ്ഥയുണ്ടാകും. കാരണം 80 വയസ്സായി, ഇനി ഭരണം ഒരു 5-6 മാസത്തേക്കേ ഉള്ളൂ. അതിന് മുന്നിൽ ഈ കേസുകളെല്ലാം ഒതുക്കിയെങ്കിലേ പറ്റൂ. ഇനി വരാൻ പോകുന്നത് ലാവ്ലിൻ കേസ് ഉൾപ്പെടെ മാസപ്പടി വിവാദം, ലൈഫ് മിഷൻ കേസ്, ഇത്തരത്തിലുള്ള എല്ലാ കേസ്. അതാണ് സ്വപ്ന സുരേഷ് അവസാനം ഒരു കാര്യം ഇട്ടിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന പൂരം കാണാനിരിക്കുന്നേ ഉള്ളൂന്ന്, അങ്ങനെ ഒരു വാക്കും കൂടെ സ്വപ്ന ഇട്ടിട്ടുണ്ട്. വരാനിരിക്കുകയാണെന്ന്. ഇപ്പം ഈ വിവേകിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് UAE കോൺസുലേറ്റുമായിട്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയും മകൻ്റെ ബിസിനസ്സുകാരുമായിട്ട് സംസാരിക്കുകയും ഈ CCTV ദൃശ്യങ്ങൾ ക്ലിഫ് ഹൗസിലില്ലെങ്കിൽ ഞാൻ കുറച്ച് പടങ്ങൾ തരാമെന്ന് കൂടി സ്വപ്ന സുരേഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അന്ന് മുതലേ സ്വപ്ന ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജനം അത് വലിയ കാര്യമായിട്ട് എടുക്കുന്ന മകൻ്റെ കാര്യം CPM പാർട്ടിക്കകത്തു പോലും ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെ ഇപ്പോൾ പാർട്ടിയിൽ ചർച്ചയാവുന്നുണ്ട്. കാരണം അത്രയ്ക്ക് മൂടി വെച്ച് അത്രയ്ക്ക് സ്വന്തം കുടുംബത്തെ പരിരക്ഷിക്കാനുള്ള ഒരു കരുത്ത് ഇപ്പോഴും മുഖ്യമന്ത്രിക്കുണ്ട്. നമുക്കറിയാം, മറ്റേ കേസ് വന്നപ്പോൾ പോലും മകളുടെ കാര്യത്തിൽ കേസ് വന്നപ്പോൾ പോലും ഇങ്ങനെയാണ് നിവർത്തി കാണിച്ചത്, എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന്. പക്ഷേ അതിനി 29-ാം തീയതി അതിൻ്റെ അന്തിമ വിചാരണയാണ് നടക്കാനിരിക്കുകയാണ്. ആരുടെ കൈകൾ ശുദ്ധമെന്ന് കണ്ടറിയാം. ഇത് മുഖ്യമന്ത്രിയുടെ പിടിവിട്ട് പോയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ശബരിമല, ഒരു ഭാഗത്ത് മകൻ, മറ്റൊരു ഭാഗത്ത് എന്താ പറയുക, മൊത്തത്തിൽ അട്ടിപ്പതറി കിടക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ. ശബരിമല വിഷയം ഒന്ന് ഒതുക്കാമെന്ന് ശ്രമിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് കോടതിയുടെ ഇനി കേന്ദ്രം പോലെ ഇറങ്ങിയാൽ പോലും നടക്കുന്ന കാര്യമല്ല. കാരണം അത് കേന്ദ്രത്തിൻ്റെ കൈ നിൽക്കത്തില്ല. വിശ്വാസികൾക്ക് മേലെ ഏറ്റപ്പെട്ട ഒരു പ്രഹരമാണ്. അത് കേന്ദ്രം കൈയൊഴിഞ്ഞു. മാസപ്പടി കേസിൽ ഇനി നേരെ അങ്ങ് പോയി ചെന്തോളം പറഞ്ഞിട്ടുണ്ട്. ലാവ്ലിൻ കേസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒന്ന് തടഞ്ഞു വെച്ചേക്കുന്നത്. ഇനി അടുത്ത മകൻ്റെ പേരിലുള്ള കേസ്, അത് ഇതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ED അടുത്തത് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇത്തരത്തിൽ മൊത്തത്തിൽ തൃശങ്കു സ്വർഗം കണ്ടുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ത് ചെയ്യുമെന്നറിയില്ല. വരുന്ന തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുകയാണ്. ശരിക്കും ഇപ്പോൾ AKG സെൻറ്ററിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി ഉൾപ്പെടെ ചെന്നുപെട്ടിട്ടുണ്ട്. കാരണം കടകംപള്ളിയുടെ കാലത്താണ് ഇന്ന് നമ്മൾ അറിഞ്ഞതാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് പെടുകയാണ്. ആ അംഗങ്ങൾ വന്നാൽ പിന്നെ അടുത്തത് വലിക്കുന്നത് അന്നത്തെ കാലത്തെ മന്ത്രിയാണ്. അംഗം വരെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത മന്ത്രിയെ വലിച്ചാൽ മതി, കടകംപള്ളി പെടും. കടകംപള്ളി അല്ലെങ്കിൽ അടുത്ത തൊട്ടടുത്ത ആൾക്കാർ പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുമോ എന്നറിയാൻ കടകംപള്ളി ഇന്ന് AKG സെൻറ്ററിൽ ചെന്നിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ കൊടുത്തെങ്കിലേ ഇനി അടുത്ത് എന്തെങ്കിലും ആലോചിക്കാൻ പറ്റും. ഷാഫി പറമ്പലിനെ ഇന്നലെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കൺവേർട്ട് ചെയ്ത് പോയെങ്കിലും ഇന്ന് വീണ്ടും വളരെ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ പ്രതിപക്ഷം ഇത് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി പ്രതിപക്ഷത്തിൻ്റെ കാല് പിടിക്കും എന്നല്ലാതെ പിണറായിക്ക് വേറെ മറ്റൊരു മാർഗ്ഗമില്ല. അമിത്ഷായുടെ കാല് പിടിച്ചു,
പ്രതിപക്ഷത്തിൻ്റെ കാല് ഇനി വി ഡി സതീശൻ വീഴുമോ എന്നുള്ളത് അറിയില്ല. ഇടയ്ക്ക് സദ്യയൊക്കെ കഴിക്കാൻ പോയി, വീഴുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും പാർട്ടിയിൽ പോലും മകൻ്റെ കാര്യം മറച്ചു വെച്ച, മകളുടെ കാര്യം അന്ന് പാർട്ടി പറഞ്ഞിരുന്നു. അത് പലപ്പോഴും നമുക്ക് അവരുടെ ഒരു ചർച്ചയിൽ നമുക്കറിയാം, ഗോവിന്ദ മാഷ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു അതങ്ങനെ നടക്കുക. നമുക്കറിയാം പാർട്ടിയിൽ നേരത്തെ അത് കൈകാര്യം ചെയ്തു. പക്ഷേ സൺ ഓഫ് കെയർ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്നുള്ള പേരിൽ ED ഒരു നോട്ടീസ് ക്ലിഫ് ഹൗസിൽ എത്തി ഇത്ര ദിവസത്തിന് ഹാജരാകണം എന്ന് പറഞ്ഞ സംഗതി പാർട്ടിയിലെ നേതാക്കൾ ഒരു വ്യക്തികൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ മിടുക്ക്. ഏതായാലും ഇനി വരാനിരിക്കുന്നത് ഈ മകൻ്റെ പേരിലുള്ള ഈ ഒരു സംഗതി ഇപ്പോൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പാണ്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും കടന്നേ പറ്റൂ. മാത്രമല്ല പല സാമ്പത്തിക ഇടപാടുകളും മകനുണ്ട്. ഒരു അന്വേഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പലതും പൊക്കേണ്ടി വരും. കാരണം മകന് ദുബായിൽ ബിസിനസ് ഉണ്ട്. അദ്ദേഹം ഒരു സാധാരണ ഒരു കൊമേഴ്സ്യൽ ബാങ്കിലെ ഒരു മിഡിൽ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സാധാരണ ഒരു ജീവനക്കാരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, വിവേകിൻ്റെ ജീവിതമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ആഡംബരപൂർണ്ണമായിട്ടുള്ള ജീവിതമാണ്. അത് ഈ പറഞ്ഞ അബുദാബിയിൽ മാത്രമല്ല, അദ്ദേഹം ഈ പല ടൂറിസ്റ്റ് ടൂറൊക്കെ പോകാറുണ്ട്. വലിയ വലിയ അങ്ങനെ തലത്തിലൊക്കെ പല രാജ്യങ്ങളും സന്ദർശിക്കാനൊക്കെ പോകാറുണ്ട്. അതായത് ജീവിതം ഭയങ്കര ആർഭാടമുള്ള ജീവിതമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഒരു ED അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ED അന്ന് ചോദിച്ചിരുന്ന പല കാര്യങ്ങളുണ്ട്. 10 വർഷത്തിനിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ എങ്ങനെ, 10 വർഷത്തിനിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ, അതിന് മുന്നേ ഉള്ള ബാങ്ക് അക്കൗണ്ടുകൾ, അതിന് ശേഷമുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ്, വസ്തുവകകളുണ്ടോ, അദ്ദേഹം വർക്ക് ചെയ്യുന്നിടത്ത് അവിടുത്തെ അബുദാബിയിലെ മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഇത്തരത്തിലുള്ള ED ചോദ്യങ്ങളായിരുന്നു. ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി കിട്ടേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ED കൃത്യമായിട്ട് UAE ഇദ്ദേഹത്തിനെ പറ്റി ഒരു അന്വേഷണവും നടത്തിയിരുന്നു. കൃത്യമായ വിവരങ്ങൾ ചിലതൊക്കെ EDക്ക് കിട്ടിയിരുന്നു. അവിടെയാണ് ഇത് തടയപ്പെട്ടത്. അത് മുന്നോട്ട് പോയില്ല. അത് ഒരുപക്ഷെ മുന്നോട്ട് പോയില്ലെങ്കിൽ കേരളം കോളിളക്കം സൃഷ്ടിക്കുന്ന പല സംഗതികളും ശ്രീ പിണറായി വിജയൻ നേരിടേണ്ടി വന്നേനെ. അത് അവിടെ വെച്ച് തടയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുക. അതാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്, സിംഹാസനത്തിലിരിക്കുന്നത് കൊണ്ടാണ് മകൻ രക്ഷപ്പെട്ടത്, മകൾ രക്ഷപ്പെട്ടെന്ന്. ഇത് മകളൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒത്താശയോടുകൂടി ചെയ്യുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരച്ഛൻ എന്നുള്ള രീതി അദ്ദേഹം ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങളാണ്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള രീതി മറന്നുകൊണ്ട് അദ്ദേഹം എപ്പോഴും ജനം പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു നേതാവിനേക്കാൾ അപ്പുറം ഒരു വലിയ കുടുംബസ്നേഹിയാണെന്നുള്ളത്. അത് ഒരു പക്ഷേ മറ്റേത് നേതാക്കന്മാരെക്കാളും നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പം ആൻ്റണിയുടെ കാര്യത്തിലാണ്, ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ മക്കളെയൊന്നും അധികം സ്നേഹിച്ച ഒരു ചരിത്രം നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം മറ്റേ കോടിയേരിയുടെ കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അല്ലേ പൊക്കിയത്. അന്ന് ED അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ, ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അത് കൃത്യമായിട്ട് വന്നു അന്വേഷണം വന്നു, അയാൾ ജയിലിലൊക്കെ പോയില്ലേ. പക്ഷേ എന്തുകൊണ്ടാണ് പിണറായിയുടെ മകൻ്റെയും മകളുടെയും അടുത്തേക്ക് ഒരു പോലീസോ ഒരു ED അന്വേഷണമോ ഒന്ന് കോടതി പോയി നിൽക്കാൻ പോലും അവസ്ഥയുണ്ടാക്കാത്തത്? അത് അദ്ദേഹത്തിൻ്റെ തന്ത്രമാണ്, അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അതിന് മറ്റുള്ള നേതാക്കൾ വന്ന് കുത്സിതപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ കുശാഗ്ര ബുദ്ധി എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണല്ലോ രണ്ടാമതും അദ്ദേഹം വന്നത്. ഇനിയൊരു നേതാവ് CPM ഇന്നലെ നമ്മൾ പറഞ്ഞതിലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അല്ലാതെ വേറൊരാളില്ലാതാനും, ഇത്രത്തോളം തന്ത്രമുള്ള ആൾ. ഏതായാലും ഇപ്പോൾ മൊത്തത്തിൽ വെട്ടിലായ ഒരു കാര്യമാണ് ഇപ്പോൾ LDF സർക്കാരിനുള്ളത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് നമുക്കിനി കണ്ടറിയാം. ഇവിടെ പിണറായി വിജയൻ്റെ സർക്കാർ വന്നത് മുതൽ അധികാരത്തിനപ്പുറത്തേക്ക്, അതായത് ഒരു മുഖ്യമന്ത്രി ഇടപെടാൻ പാടില്ലാത്ത വിഷയങ്ങളിലേക്ക് പോലും പോയ ഒരാളാണ്. അതായത് പ്രത്യേകിച്ച് ഈ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി, കോൺസുലേറ്റ് ജനറൽമാരുമായിട്ടൊന്നും സർക്കാരിന് അടുത്തൊരു ബന്ധം പുലർത്താൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രോട്ടോകോൾ. അങ്ങനെയാണ്. അത് മറികടന്നിട്ടാണ് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുമായി വിവരങ്ങൾ വന്നത്, മറ്റേ ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കൊണ്ടുപോയ കുറേ കഥകളൊക്കെ വന്നത്. അപ്പോൾ ഇതൊക്കെ പിണറായി വിജയൻ്റെ കാലത്ത് മാത്രം നടന്നിട്ടുള്ള ചില തിരിമറികളും ഇടപാടുകളും ഒക്കെയാണ്. പിന്നെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു കാര്യം മനസ്സിലാകും, മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോഴൊക്കെ ഒന്നുകിൽ അതിനു മുൻപ് മകൾ ദുബായിലേക്ക് പോകും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആദ്യം പോകും, അത് കഴിഞ്ഞ് മകൾ ദുബായിലേക്ക് പോകും. എന്തിനാണ് അച്ഛൻ്റെ യാത്രയിൽ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, വികസന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പിണറായി പോകുന്നതെങ്കിൽ കുടുംബത്തെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ അവർക്ക് വിദേശത്തേക്ക് പോകണമെങ്കിൽ അത് മുഖ്യമന്ത്രി പോകുമ്പോഴല്ല, അല്ലാതെ അവർക്ക് പോകാമല്ലോ എന്നുള്ളൊരു ചോദ്യം ഇതിനു മുൻപ് വന്നിട്ടുണ്ട്.
വീണയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ, അതായത് ഈ മുഖ്യമന്ത്രിക്ക് കുടുംബവുമായിട്ട് ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ വന്നു നിൽക്കുന്നത് പിണറായി വിജയന്റെ കാര്യത്തിൽ മാത്രമാണ്. അതിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പറയുന്ന വീണയോ അല്ലെങ്കിൽ വിവേകോ മറ്റേതെങ്കിലും ഒരു തിരിമറിയുടെ കാര്യത്തിൽ അകപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ മുഖ്യമന്ത്രിയെ ഇത്ര പഴിക്കേണ്ടി വരില്ല. കാരണം അവർ പല ബിസിനസ് കോർപ്പറേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള തിരിമറികൾ സർവ്വസാധാരണമാണ് എല്ലാ മേഖലകളിലും. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ പറയുന്ന വിവേക് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന അഴിമതി ആരോപണം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ലൈഫ് മിഷൻ അത് സർക്കാരിൻ്റെ പദ്ധതിയാണ്. അവിടെ അഴിമതി ആരോപണം വരുമ്പോഴാണ് പിണറായി വിജയൻ എന്ന അച്ഛൻ്റെ ആ ഒരു പ്രിവിലേജ് മക്കൾ ഉപയോഗിച്ചു എന്നുള്ള ഒരു കടുത്ത ആരോപണം, അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. പിണറായി വിജയൻ ആ കസേരയിൽ ഇരിക്കുമ്പോൾ കുടുംബം മുഖ്യമന്ത്രി എന്നുള്ള പദവി ഉപയോഗിച്ച് അഴിമതി ആരോപണം നടത്തുകയാണെങ്കിൽ അത് പിണറായി ചെയ്തതിന് തുല്യമാണ്. അപ്പോൾ അതിന് മുഖ്യമന്ത്രിക്ക് ഒരു ധാർമ്മികതയുണ്ട്, അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഒരക്ഷരം മിണ്ടുന്നില്ല. മകളുമായി ബന്ധപ്പെട്ട് ആരോപണം വന്നപ്പോൾ സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് KSIDC. അതും ഈ പറയുന്ന പോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് എന്തൊരു പദ്ധതിയുടെ അഴിമതി ആരോപണം വന്നാലും അതിൻ്റെ വാലറ്റത്ത് വീണ വിജയൻ ഉണ്ടാകും, വീണയുടെ IT കമ്പനി ഉണ്ടാകും. മുഖ്യമന്ത്രി ഈ പറഞ്ഞ പോലെ തന്നെ നിയമസഭയിൽ പറഞ്ഞൊരു വാചകമുണ്ട്, അവളുടെ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് ബംഗളൂരുവിൽ പോയി IT കമ്പനി തുടങ്ങിയത്. അങ്ങനെ ഒരു വിശ്വസനീയമായ കള്ളം പോലും പറയാൻ പിണറായിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. മകന്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ഈ പറയുന്ന സ്വപ്ന സുരേഷ് തന്നെ അവരുടെ പോസ്റ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. UAE കോൺസുലേറ്റിൽ ജനറൽ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മകന് അബുദാബിയിൽ ഒരു സ്റ്റാർ ഹോട്ടൽ പണിയുന്നതിന് വേണ്ടി മകനെ കൂടുതൽ അദ്ദേഹവുമായി അടുപ്പിക്കുന്ന ഒരു പിണറായി വിജയനെ കണ്ടു. അതിന്റെ തെളിവുകളൊക്കെ ഉണ്ട് എന്നാണ് സ്വപ്ന പറയുന്നത്. അതും ഇനി ഈ പറയുന്ന പോലെ തന്നെ സ്റ്റാർ ഹോട്ടൽ തുടങ്ങിയത് അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. അതൊക്കെ മറ്റൊരു കാര്യം. ഇവിടെയാണ് നമ്മൾ ഉമ്മൻചാണ്ടിയുടെ ഒരു കാര്യം കൂടി ഒന്ന് പരിശോധിക്കേണ്ടത്. അതായത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അതായത് അച്ചൂമ്മൻ ഈ പറയുന്ന പാർട്ടിയിലേക്ക് വരുന്നു, അവര് പദവികളിലേക്ക് വരുന്നു എന്നുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ വന്ന സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ CPM-കാർ അങ്ങ് ഇളകി. അതായത് അച്ഛൻ മരിച്ചു ഉടനെ തന്നെ മകളെ അവിടെ കൊണ്ട് നിർത്താൻ നോക്കുന്നു. ഇതെന്താ പുതുപ്പള്ളി ഇവരുടെ തറവാട്ട് മണ്ഡലമാണോ എന്നുള്ളതൊക്കെ ചോദിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അച്ചൂമ്മൻ പറഞ്ഞു താൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം അച്ചൂമ്മനെ വേട്ടയാടുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് അവരുടെ ജീവിത രീതി ഭയങ്കര ആഷ്പുഷ് ജീവിതമാണ് അവർ. അത് അവര് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന കാശ് കൊണ്ടാണ്. ഭർത്താവ് പൂത്ത പണമുള്ള നല്ല എന്താ പറയാ സാമ്പത്തികമായിട്ട് നല്ല ഭദ്രത. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ആരോപണം അച്ചൂമ്മന് നേരെ വരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ അച്ചൂമ്മൻ രംഗത്ത് വന്നു പറയുന്നു, തന്റെ സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ തെളിവുകൾ നൽകാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ അച്ഛൻ്റെ 1 രൂപ കൊണ്ടല്ല ഞാൻ ഇവിടെ വരെ എത്തിയത്, ഞാൻ എൻ്റെ ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്നവർ പറയുന്നു. അന്ന് അവർക്ക് പിന്തുണ നിൽക്കാൻ ഈ പറയുന്ന പോലെ തന്നെ പാർട്ടി ഉണ്ടായിരുന്നു, അവർക്ക് ഒരു സഹോദരനുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും സഹായം അച്ചൂമ്മൻ തേടുന്നില്ല. അവർ തന്നെ പൊതുരംഗത്തേക്ക് വന്നു നിന്നാണ് അവരുടെ ഭാഗം വിശദമാക്കിയത്. എന്തുകൊണ്ട് വീണ വിജയൻ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. എത്ര ആരോപണങ്ങൾ ഈ വീണ വിജയൻ റിയാസുമായിട്ടുള്ള ചില ഓണം ഫോട്ടോസും വിഷ്വൽസും മാത്രം ഇടുന്നതല്ലാതെ വാ തുറക്കുന്നത് നമ്മൾ. ഇത്ര വലിയ അഴിമതി ആരോപണങ്ങൾ ഇവർക്ക് നേരെ വരുമ്പോൾ, അച്ഛന്റെ പദവി ഇവർ ദുരുപയോഗം ചെയ്തു എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി ഇതിൽ എൻ്റെ അച്ഛന് യാതൊരു പങ്കുമില്ല എന്നുള്ള ഒരു തെളിവ് ഉൾപ്പെടെ കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും പ്രശോഭ പറയുന്നതിൽ ഒരു ന്യായമുണ്ട്. കാരണം ഈ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആ ചോര കണ്ട് അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങൾ കണ്ട് വളർന്ന ഏതൊരു കുട്ടിക്കും അതിന്റെ ഒരു പവറുണ്ട്. ഇപ്പൊ അച്ചുമ്മനെ ആയാലും ചാണ്ടിയുമ്മനെ ആയാലും സംസാരിക്കുന്നത്, ഇപ്പൊ പല നേതാക്കന്മാരുടെയും മക്കൾ സംസാരിക്കുന്നത് നല്ല വ്യക്തതയോടുകൂടിയാണ്, നല്ല രീതിയിലാണ്. അത്രയൊന്നും സംസാരിക്കേണ്ട ഒരു സാധാരണ സ്ത്രീ പോലെ ഇവരുടെ കൈകൾ ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അച്ഛന്റെ പ്രിവിലേജ് ഉപയോഗിക്കണമെന്നില്ല. ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അവർക്കത് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാകണം. എത്ര വലിയ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളാണ് വന്നു നിൽക്കുന്നത്, എന്നിട്ടും അവർ ഇതിനൊന്നും മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. ഒന്നത് ഈ പറയുന്ന പോലെ തന്നെ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി ആദ്യം ഇവിടെ ഡൽഹിയിലേക്ക് ഓടുന്നത് ഈ പറയുന്ന പോലെ തന്നെ മോദിയുടെ കാല് പിടിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. അതെപ്പോഴായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത
ആരോപണത്തിൽപ്പെട്ടവരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. കേജ്രിവാൾ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളിൽ കവിതയുടെ പേരുണ്ടായിരുന്നു. കവിത അറസ്റ്റ് ചെയ്യപ്പെട്ടു വന്നു. അതിനുശേഷമാണ് പിണറായിക്ക് വേവലാതി വന്നത്. അതായത് ചന്ദ്രശേഖർ റാവുവിന്റെ മകളെ അറസ്റ്റ് ചെയ്തു, എന്തും കൊണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നവർക്ക് ബോധ്യപ്പെട്ട സമയത്താണ് മോദിയുടെ കാല് പിടിക്കാൻ ഓടുന്നത്. അപ്പോൾ അത്തരത്തിൽ പിടിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു ഘട്ടം വന്ന് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, പൂഴിക്കടകൻ പയറ്റാൻ പിണറായിക്ക് നല്ല വിരുദാണ്. അത് ഈ പറയുന്ന പോലെ തന്നെ ഒരു വലിയ, അതിന് ചെറിയ ബുദ്ധിയൊന്നും പോരാ. എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ ഒരു മണ്ടന്മാരാണ്. കാരണം അവരാണ് അവരുടെ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. അച്ഛന്റെ സീറ്റ് പോയ മോനെ അവിടെ ആ സീറ്റിൽ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. തൊട്ടിപ്പുറത്ത് പിണറായി വിജയൻ അങ്ങനെയല്ല. പിണറായി വിജയൻ അധികാര കസേരയിൽ കയറിയിരിക്കും, മോക്കൊരു IT കമ്പനി ഉണ്ടാക്കി കൊടുക്കും, മോനെ വിദേശത്തേക്ക് അയക്കും, ഇവിടുന്ന് മുക്കുന്നതെല്ലാം അവിടെ കൊണ്ട് പൂഴ്ത്തും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിലെ നേതാക്കന്മാർ മണ്ടന്മാരാണ്. അവർ ഈ അധികാരത്തിന് വേണ്ടി അടിയുണ്ടാക്കുന്ന സമയം കൊണ്ട് ഇവിടെ കേരളം പകുതി മുക്കാൽ എഴുതി വിറ്റ് തൊലച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്വപ്ന ഇങ്ങനെ ഒരു ആരോപണവുമായി രംഗത്തേക്ക് വരുമ്പോൾ അത് നിസ്സാരമല്ല. കാരണം ശിവശങ്കരനും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ പല കഥകളും അറിയാവുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന സ്വപ്ന സുരേഷ്. അവരിപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിന്റെ ഉത്തരവാദിത്തം ഈ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയുന്നത് പോലെ തന്നെ നേരെ പിണറായിക്ക് നേരെ വരും എന്നുള്ളത് കൊണ്ടാണ് അവരെ വിട്ടുവെച്ചിരിക്കുന്നത് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ അവർ ചില വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അത് അത്ര നിസ്സാരമല്ല. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും പുറത്തേക്ക് വരുന്നത്. മകന്റെ കേസിൽ എന്ത് പറ്റിയെന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. പക്ഷെ ഞാൻ തയ്യാറല്ല. വേണമെങ്കിൽ പാർട്ടി വിശദീകരിച്ചോട്ടെ എന്നുള്ളതാണ്. 14-ാം തീയതി പോവുകയാണ്. 14-ാം തീയതി പോയി ഏകദേശം ഒരു ഡിസംബർ 1 വരെ വരിക പോവുക ആ ഒരു രീതിയിലാണ്. മൊത്തം ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ തിരക്കാണ്. അതുകൊണ്ട് എന്ത് ആരോപണം വന്നാലും അതിനെല്ലാം മറുപടി CPM പറഞ്ഞോട്ടെ. മകൾക്ക് നേരെ ആരോപണം വന്നാലും CPM മറുപടി പറയണം. മകന് നേരെ ആരോപണം വന്നാലും CPM മറുപടി പറയണം. ഇപ്പൊ ഇവരുടെ ഒന്നും കാര്യത്തിൽ പിണറായിക്ക് ഉത്തരവാദിത്തമില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം പ്രശോഭ. ഏതായാലും ഒരു 6 മാസവും കൂടെ സഹിച്ചതിന് ശേഷം കോൺഗ്രസ് ഈ പറയുന്നത് പോലെ കുറച്ചെങ്കിലും ബുദ്ധിയുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രി വരട്ടെ. വരുവാണെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു അന്ത്യം നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഇത് അറിയാൻ സാധിക്കും. ഏതായാലും ഏത് കള്ളനാണെങ്കിലും ഒരു കാലത്ത് പൊങ്ങാതിരിക്കുക. അതിപ്പോ അയ്യപ്പൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയന്റെ കാര്യത്തിലേ കാണിക്കാൻ തുടങ്ങിയിട്ട്, അതായത് പാർട്ടിയിൽ അധികാരം കൈയാളിയ കാലം തൊട്ടേ ഈ വെട്ടിപ്പും തട്ടിപ്പും ഉണ്ട്. പക്ഷെ ഇന്നിപ്പോ 80 വയസ്സായി. ഇതുവരെയും ഒരു ഈ പറയുന്ന പോലെ തന്നെ ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നാണ്. പക്ഷെ ഇങ്ങോട്ട് പിടിയിലാകുന്നത് കണ്ടിട്ടില്ല. പിടിയിലാവുന്നതിന് തൊട്ട് മുമ്പ് വരെ വരുന്നുണ്ട്. ഏതായാലും പിടിയിലാവും. അത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. കോൺഗ്രസ് എല്ലാം അങ്ങനെയൊന്നും നമ്മൾ കോൺഗ്രസിനെ ഇങ്ങനെ തള്ളിക്കളയാനും പറ്റത്തില്ല. കുറച്ച് നല്ല ഇതുള്ള പാർട്ടി തന്നെയാണ്. അപ്പൊ എന്തായാലും വരുന്ന നേതാവിന്റെ ഷാഫിയെ പോലുള്ള നല്ല മുഖ്യമന്ത്രിമാർ എന്തെങ്കിലും വരട്ടെ. വരുമ്പോ എല്ലാം പൊളിച്ചെടുക്കുന്ന ഒരു കാലം വരാതിരിക്കില്ല. ഭയം വേണ്ട, ജാഗ്രത മതി. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.